ഹലോ ഹായ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഇന്നർ വെയർ വീഡിയോ ആയിട്ടല്ല, നമ്മുടെ ഗർഭിണിയായിരിക്കുമ്പോഴുള്ള ഒരു ഡ്രസ്സിങ് സങ്കല്പങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടല്ലേ. പണ്ടൊക്കെ ഗർഭിണിയായിരിക്കുക അല്ലെങ്കിൽ ഗർഭിണിയാവുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഡ്രസ്സിൽ വലിയ ചേഞ്ചൊന്നുമില്ല. നമുക്ക് ചേഞ്ചൊക്കെ വരും, നമുക്ക് വയറുണ്ടാവും, നമ്മൾ തടിക്കും, അങ്ങനെയുള്ള ചേഞ്ചസ് ഒക്കെ വരും. പക്ഷെ നമ്മളെ ഡ്രസ്സിങ് രീതിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവാറില്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ. നമ്മൾ ഇട്ടുകൊണ്ടിരുന്ന ഡ്രസ്സ് തന്നെ ഒരു 5-6 മാസം വരെയൊക്കെ നമ്മൾ അതുവരെ ഇട്ടുകൊണ്ടിരുന്ന ഡ്രസ്സ് വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോകും. പക്ഷെ ഒരു വയറൊക്കെ ആയി തുടങ്ങുന്ന സമയത്ത് അത് നമുക്ക് അഡ്ജസ്റ്റ് ആവാണ്ട് വരുമ്പോൾ പിന്നെ നമ്മളിങ്ങനെ വേറെ ഡ്രസ്സൊക്കെ എടുക്കും. അപ്പോഴേക്കും നമ്മളൊരു 7-7 മാസത്തിലേക്കൊക്കെ കടന്നിട്ടുണ്ടാവും. അപ്പോൾ നോർമലി ഞങ്ങളുടെ ഈ ഹിന്ദുസിൽ നോർമലി കണ്ടുവരുന്നൊരിത്, ഒരു ആചാരം തന്നെ ആണെങ്കിൽ പറയാം, സെറ്റ് മുണ്ട് എടുക്കുക എന്ന് പറയുന്നത്. അതായത് വെള്ള ഡ്രസ്സ്, സെറ്റ് മുണ്ട് അല്ലെങ്കിൽ കോട്ടൻ്റെ സാരി, വെള്ള ലൈറ്റ് കളർ സാരികൾ എടുക്കുക. അതിൻ്റെ പിന്നിൽ വേറൊരു കഥ ഉണ്ട്, നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടാവും. കുട്ടിക്ക് മഞ്ഞ വരും എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ അപ്പോൾ ഇത് എടുത്തു കഴിഞ്ഞാൽ വെള്ള അല്ലെങ്കിൽ ലൈറ്റ് കളർ ഡ്രസ്സ് സാരി കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ മഞ്ഞ വരില്ല, അങ്ങനെ ഒരു വിശ്വാസമാണ്. പക്ഷെ അതൊരു പൊട്ടത്തരാണ് കേട്ടോ. കാരണം ഞാനും എൻ്റെ ആദ്യത്തെ മോനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഒരുപാട് ഇത് ഉടുത്തിട്ടുണ്ട്. പക്ഷേ മോന് മഞ്ഞുണ്ടായിരുന്നു, മോനെ ലൈറ്റ് അടിച്ചിട്ടൊക്കെ കിടത്തിയിരുന്നു. അത് മണ്ടത്തരാണെന്ന് മനസ്സിലാക്കിയോട് കൂടിയിട്ട് രണ്ടാമത്തെ ആൾക്ക് ഞാനത് പരീക്ഷിക്കാൻ നിന്നിട്ടില്ല. ആരെങ്കിലും അത് ചെയ്യുകയാണെങ്കിൽ ഞാനത് ചെയ്യണ്ടെന്ന് പറയാറുണ്ട്. പക്ഷെ അതൊരു ആചാരം പോലെ ഇങ്ങനെ ഒരു വിശ്വാസം ഇങ്ങനെ നടന്നുകൊണ്ട് ഇരുന്നൊരു വിശ്വാസമായിരുന്നു. ഇപ്പം അതിലൊക്കെ വലിയ മാറ്റം വന്നു. അപ്പോൾ നമ്മൾ അന്നത്തെ ഡ്രസ്സിങ് രീതിയിൽ ഒരു പ്രത്യേകമായിട്ടൊരു സെക്ഷൻ ഗർഭിണികൾക്ക് ഡ്രസ്സിൽ, വസ്ത്രധാരണത്തിൽ ഒന്നും, അല്ലെങ്കിൽ അതിനായിട്ട് പ്രത്യേകം ഡിസൈൻ ചെയ്യിക്കുക, അതിനൊന്നും നമ്മൾ മെനക്കെടാറില്ല പണ്ടൊന്നും. ഈ കൂടുതലും കണ്ടിട്ടുള്ളത് ഈ സാരി അല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ മാക്സി ഇടുക. അതായത് പിന്നെ സുഖമായി. നമുക്കും ഈ ചൂട് കൂടുന്ന സമയമാണല്ലോ, ഗർഭിണികളായിരിക്കുന്ന സമയത്ത് നമുക്ക് പൊതുവെ ഭയങ്കര ചൂടായിരിക്കും ലാസ്റ്റ് ടൈമൊക്കെ ആകുമ്പോൾ. അപ്പോൾ നമ്മൾ മാക്സി ആണെങ്കിൽ നമ്മൾ കോട്ടൻ്റെ ഒരു മാക്സി ഇട്ടാൽ ഉഷാറായി. നമുക്ക് പിന്നെ ഭയങ്കര ആശ്വാസം, ഭയങ്കര കൂൾ ഫീലായിരിക്കും. അപ്പോൾ എല്ലാവരും മാക്സിയിലോട്ട് അങ്ങോട്ട് മാറും ആ ഒരു സമയത്ത്. നമുക്ക് ആ ഗർഭിണികളുടെ ഒരു 7-ാം മാസം മുതൽ കുട്ടിക്കൊരു 1 വയസ്സാവുന്നത് വരെ നമ്മളുടെ ഏറ്റവും കംഫർട്ട് സോണാണ് മാക്സി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ എന്താ പറയുക നൈറ്റ് വെയർ ഐറ്റംസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലോട്ടൊക്കെ നമ്മളങ്ങ് മാറി അവിടെ ഒതുങ്ങും. അതായിരുന്നു പണ്ടത്തെ നമ്മളുടെ ഒരു ഡ്രസ്സിങ് രീതി, അല്ലെങ്കിൽ ഗർഭിണികളാവുമ്പോഴുള്ള ഒരു ഡ്രസ്സിങ് രീതി എന്ന് പറയുന്നത്. ഇന്ന് അങ്ങനെയല്ല, ഇന്ന് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. മറ്റെല്ലാ മേഖലയിലും വന്ന മാറ്റം പോലെ തന്നെ ഈ മേഖലയിലും ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഷോപ്പിലും മെറ്റേണിറ്റി വെയേഴ്സ് അവൈലബിൾ ആണ്. ഇന്നർ വെയർ മാത്രമല്ല, നമ്മൾ മെറ്റേണിറ്റി വെയറും വെക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് മെറ്റേണിറ്റി വെയർ നിങ്ങളെ വീഡിയോയിൽ കാണിക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഒരു ഇൻട്രോ ആണ് ഇതുവരെ പറഞ്ഞത്. അപ്പോൾ നമുക്ക് കുറച്ച് മെറ്റേണിറ്റി വെയേഴ്സ് നിങ്ങളെ കാണിക്കാനുണ്ട്. നമ്മുടെ ഷോപ്പിലെ ഡമ്മിയാണിത്. നമുക്ക് ഷോപ്പിൽ നമ്മൾ പുറത്തുനിന്ന് എടുക്കുന്ന സാധനങ്ങളുണ്ട്, കൂടാണ്ട് നമ്മൾ തന്നെ തുണി പോയി സെലക്ട് ചെയ്തെടുത്ത് നമ്മൾ ഡിസൈൻ ചെയ്യിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യിക്കുന്ന ഐറ്റംസും ഉണ്ട്. അങ്ങനത്തെ ഒരു ഐറ്റമാണ് ഇപ്പോൾ ഡമ്മിയിൽ കിടക്കുന്നത്. ഒരു കോട്ടൺ മെറ്റീരിയലാണ്. ഇത് നമ്മൾ തന്നെ വരച്ചു കൊടുത്ത് ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യിച്ച് വാങ്ങിയതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കടയിലുള്ള കുറച്ച് മെറ്റേണിറ്റി ടോപ്പുകൾ കാണാം. നമുക്ക് കുറച്ച് മെറ്റേണിറ്റി ടോപ്സുകൾ കണ്ടാലോ. നമ്മൾ ആദ്യത്തെ ഐറ്റം ഇതാണ്. കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത്. നല്ലൊരു പ്രിൻ്റാണ്. ലാർജ് എക്സൽ സൈസിൽ നമ്മളെടുത്ത് അവൈലബിൾ ആട്ടോ. നമുക്ക് മീഡിയം ലാർജ് ഒരു സൈസും എക്സൽ ഡബിൾ എക്സൽ ഒരു സൈസും, അങ്ങനെയാണ് നമ്മളെടുത്തുള്ള ടോപ്പുകളൊക്കെ. നമ്മൾ സ്റ്റിച്ച് ചെയ്യിക്കുന്നതൊക്കെ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ആദ്യത്തെ ടോപ്പ്. ഇത് മറ്റൊരു ടോപ്പാണ്. ഇതൊരു ലൈറ്റ് കളറിൽ വരുന്ന ചെറിയൊരു കോട്ടൻ്റെ കുഞ്ഞൊരു ലൈസ് കൊടുത്തിട്ട്, ഒരു തുണിയുടെ ലൈസാണ്. സിമ്പിളായിട്ടുള്ള ഒരു താഴെയും എൻഡിലും ഇത് കൊടുത്തിട്ട് ഇങ്ങനെ വരുന്നൊരു ടോപ്പാണ്. ഈ ടോപ്പുകൾക്കെല്ലാം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഇത് മെറ്റേണിറ്റിയാണ്. അത് കഴിഞ്ഞ് ഫീഡിങ്ങിന് ഉപയോഗിക്കുന്നത് കാരണം 2 സൈഡിലും എല്ലാത്തിനും ഹൈഡ് ചെയ്തിട്ടുള്ള സിബുകൾ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ടോപ്പ്. അടുത്ത ടോപ്പ് വരുന്നത് ഇങ്ങനെ മസ്ലിൻ ക്ലോത്തിലാണ് വരുന്നത്. ഇതിൻ്റെ കളർ ചേഞ്ച് ഉണ്ട്. കളർ ചേഞ്ച് ഒരു ബ്ലൂ കളർ കളർ ചേഞ്ച് വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ കളർ ചേഞ്ച് വരുന്നത്. അപ്പോൾ നമുക്ക് ഇത് വരുന്നത്, ഇതും ഈ പറഞ്ഞ പോലെ എക്സൽ ഡബിൾ എക്സൽ സൈസിൽ തന്നെയാണ് കേട്ടോ വരുന്നത്. ഇതാ അടുത്തൊരു മെറ്റീരിയൽ. ഇത് റയോൺ മെറ്റീരിയലാണ് വരുന്നത്. നിങ്ങൾക്ക് പ്രിന്റ് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയാണ് വരുന്നത്.
പിന്നെ എല്ലാത്തിനും നമുക്ക് കുറച്ച് ഇപ്പോൾ ഒരു ലാർജ് എടുക്കേണ്ട ആളൊരു എക്സൽ എടുത്താലും നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാം. ബാക്കിൽ എല്ലാത്തിനും കൂടെ ഓപ്പൺ ആയിരിക്കും. നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടി വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. സിബ് ഞാൻ എല്ലാത്തിനും ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ഇതിനും ഹൈഡ് ചെയ്ത് സിബ് ഇവിടെ വന്നിട്ടുണ്ട്. ഇതിനൊരു പ്രിൻസസ് കട്ടാണ് ഇതിനിവിടെ വന്നിട്ടുള്ളത്. അടുത്ത ടോപ്പ് വരുന്നത് ഇതാ, ഇങ്ങനെ ഒരു നിറയൊരു പ്രിന്റ് വരുന്ന, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ ടോപ്പ് ഇട്ടിട്ടുണ്ട്. ഇത് മെറ്റേണിറ്റി വെയർ ആണ്, നമ്മൾ സ്റ്റിച്ച് ചെയ്യിച്ചതാണ്. ആ സമയത്ത് ഈ ക്ലോത്ത് വെച്ചിട്ട് തന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്തൊരു ടോപ്പായിരുന്നു അത്. അതിട്ടിട്ട് മുന്നത്തെ ഒരു ഷേപ്പ് വെയറിൻ്റെ വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ ഇട്ടിട്ടുള്ള ടോപ്പ് അത് ഈ ടോപ്പായിരുന്നു കേട്ടോ. അപ്പോൾ ഫീഡിങ് ചെയ്യുന്നവർക്ക് മാത്രമല്ല അല്ലാത്തവർക്കും ഇടാനാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇതാണ് ടോപ്പ്. പിന്നെ വരുന്നത് ഇതാ, അതേപോലെ തന്നെ ഒരു സെയിം ക്ലോത്തിൽ, നൈസ് ക്ലോത്ത്, നമുക്ക് വളരെ കംഫർട്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന, പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടില്ലാതെ വയറിൻ്റെ സൈഡിലൊക്കെ നല്ല ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ക്ലോത്താണ്. ഇതിങ്ങനെ ഫുൾ സ്ലീവിൽ ഒരു ഗൗൺ പോലെ നമ്മൾ ഫുള്ളായിട്ട് ഇതാ ഇങ്ങനെ ഇത്രയും നല്ല ലെങ്ത്തിൽ കിടക്കുന്ന, എല്ലാത്തിനും ഇങ്ങനെ റോപ്പ് വരുന്നുണ്ട് കേട്ടോ, അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത്. സിബും വരുന്നുണ്ട്. ഇങ്ങനെ ഒരു ചെറിയ കോളറൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ടോപ്പാണിത്. ഇത് നമുക്ക് നല്ല മൂവ് ചെയ്തിരുന്ന ഒരു ഐറ്റം ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മളിത് നേരത്തെ കണ്ടായിരുന്നല്ലോ, ഡമ്മിയിൽ കണ്ടിട്ടുള്ള ആ ടോപ്പാണിത്. ഇതാ കോട്ടൺ ആണ്. ഇത് നമ്മൾ വേറൊരു പീസ് അറ്റാച്ച് ചെയ്തിട്ട് ഇതിലിങ്ങനെ ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെ ഞെറിവ് കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്തിരിക്കുന്നതാണ്. ഇതിൻ്റെ സൈഡിലായിട്ട് സിബ് വരും. അപ്പം ഇങ്ങനെയാണ് ഈ ടോപ്പ് വരുന്നത്. കോട്ടൺ ആണ് മെറ്റീരിയൽ. ഇനിയിപ്പോൾ ഇതിൻ്റെ റൈറ്റ് ആയിരിക്കും, ഇതിൻ്റെയൊക്കെ റൈറ്റാണ് നിങ്ങൾ ചോദിക്കുന്നുണ്ടാവുക. എല്ലാം ഒരു 600 to 800 ഉള്ളിലാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും റേഞ്ച് വരുന്നത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നിങ്ങൾ നമ്മുടെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.